ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 7 കരയാത്ത കുഞ്ഞ്. ഭാഗം 7 കരയാത്ത കുഞ്ഞ്. ചെമ്പഴന്തിയിൽ നീ അവതരിച്ചു എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ. മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കുവാനായി അവതാരമെടുത്തൊരു മഹാദേവൻ എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ. എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ. കുട്ടിയമ്മയ്ക്ക് ഒരു ഉണ്ണി പിറന്നതറിഞ്ഞ കൃഷ്ണൻ വൈദ്യർ മാടനാശാന്റെ ചുമലിൽ തലോടി തൻ്റെ സന്തോഷം പങ്കിട്ടു. എൻ്റെ കുട്ടിയുടെ ഉണ്ണി മഹാനായിത്തീരും. വൈദ്യരുടെ ആ വാക്കുകൾ ശ്രവിച്ച മാടനാശാന്റെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. ഒരു നിമിഷം ആശാൻ മണയ്ക്കൽ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചു നിന്നു. അപ്പോഴേക്കും രാമൻ വൈദ്യർ അടുത്തു വന്നു അനുജൻ കൃഷ്ണൻ വൈദ്യരോട് ഉണ്ണിയുടെ ജനന മുഹൂർത്തത്തിന്റെ ചില സവിശേഷതകൾ പറയുവാൻ തുടങ്ങി. സൂതിക ഗ്രഹത്തിന്റെ മണൽ വിരിച്ച മുറ്റത്ത് ഉണ്ണിയുടെ ആദ്യ കരച്ചിൽ കേൾക്കുവാൻ കാതോർത്തുകൊണ്ട് മാടനാശാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. സാധാരണ നിലയിൽ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിന്റെ കരം വിട്ടു വരുന്നത് നിലവിളിയോടെയാണ്. ഈ ഭൂമിയെ ആദ്യമായി തൊട്ടു വന്നിക്കുന്ന ഒരു കുഞ്ഞിന്റെ കന്നി പ്രാർത്ഥനയാണല്ലോ ആ നിലവിളി. പക്ഷേ വയൽവാരത്തെ സൂതികാ ഗ്രഹത്തിൽ നിന്നും അങ്ങനെ ഒരു കുഞ്ഞിക്കരച്ചിൽ ഉയർന്നതേയില്ല. മുറ്റത്ത് നിന്നവർക്കെല്ലാം ഉത്കണ്ഠയായി. സൂതികാ ഗ്രഹത്തിന്റെ അടുത്തു കിടക്കുന്ന കൊച്ചു വാതിലിലേക്ക് അവർ കൂടെ കൂടെ നോക്കി. ഏറെ നേരം കഴിഞ്ഞിട്ടാണ് ആ വാതിൽ തുറക്കപ്പെട്ടത്. ഒരു സ്ത്രീ തിടുക്കപ്പെട്ടു വാതിൽപ്പടിയിൽ തട്ടാതെ തല കുനിച്ച് ഓടിയിറങ്ങി വന്ന് കൃഷ്ണൻ വൈദ്യരുടെ ചെവിയിൽ എന്തോ അടക്കം പറഞ്ഞു. എന്നിട്ട് തിരിച്ച് അതേ വേഗതയിൽ തന്നെ അവർ ഉള്ളിലേക്ക് ഓടിക്കയറി പോവുകയും ചെയ്തു. എന്താ കൃഷ്ണ? രാമൻ വൈദ്യർ വർദ്ധിച്ച ഉത്കണ്ഠയോടെ അഞ്ജൻ കൃഷ്ണൻ വൈദ്യരുടെ അടുത്തെത്തി. കുട്ടിയുടെ കുഞ്ഞ് ഇത്ര നേരമായിട്ടും കരഞ്ഞിട്ടില്ലത്രേ, കൃഷ്ണൻ വൈദ്യർ വ്യസനത്തോടെ പറഞ്ഞു. അത് കേട്ട് ഒരു തീക്കട്ട പതിച്ചതുപോലെ മാടനാശാന്റെ ഉള്ളൊന്ന് പൊള്ളി. എന്തെങ്കിലും ചോദിക്കുവാൻ നാവ് പൊന്തിയതുമില്ല. രാമൻ വൈദ്യർ കുട്ടിയമ്മയുടെ പ്രസവമെടുത്ത പ്രധാന പതിച്ചയെ വിളിപ്പിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. പെറ്റിട്ട് ഇത്ര നേരം കഴിഞ്ഞിട്ടും നിലവിളിക്കാത്ത കുഞ്ഞുങ്ങളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ആ പതിച്ചു പറഞ്ഞു. കുഞ്ഞിന്റെ ചങ്കിടിപ്പ് നോക്കിയോ? രാമൻ വൈദ്യരുടെ തുടരന്വേഷണത്തിന് പതിച്ച് മെല്ലെ തലയാട്ടി അതേന്നറിയിച്ചു. അവരുടെ മുഖത്ത് വിഷാദത്തിൻ്റെയല്ല, മറിച്ച് വിസ്മയത്തിന്റെ ഒരു നിഴലിപ്പാണുണ്ടായിരുന്നത്. ആ നിഴൽപ്പാട് ഉണ്ണിയുടെ പിറവി ഒരു സാധാരണ പിറവിയല്ലെന്നറിയിക്കുന്നത് പോലെ വൈദ്യർക്ക് തോന്നി. പൊക്കിൾക്കൊടി ബന്ധം മുറിക്കുമ്പോൾ ഏത് കരയാത്ത കുഞ്ഞും അപ്പോൾ കരയും. അതാ അനുഭവം, പതിച്ച് പറഞ്ഞു. ഒന്ന് ആലോചിച്ചിട്ട് വൈദ്യർ അതിന് അനുവാദം നൽകി. അങ്ങനെ അമ്മയെയും കുഞ്ഞിനെയും ഈശ്വരൻ ചേർത്ത് വെച്ചിരുന്ന നാഭീനാള ബന്ധം ഒരു നിമിഷം വേർപെടുത്തപ്പെട്ടു. അത്ഭുതം! എന്നിട്ടും ആ കുഞ്ഞ് കരയുകയുണ്ടായില്ല. എല്ലാവരും ഒന്നും ഉരിയാടാനാവാതെ തമ്മിൽ തമ്മിൽ നോക്കി നിന്നു. ദീനന്മാരുടെ കണ്ണീരൊപ്പുവാൻ പിറവികൊണ്ട ഈ ദീനാവനപരായണൻ കരയാനായി പിറന്നവനല്ലെന്ന് അവർക്കപ്പോൾ
അറിയുമായിരുന്നില്ലല്ലോ. നമിക്കുവിൻ സഹചരേ നിയതമി ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ? ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ ലോകത്തിന്? ഗുരുഭക്തിയില്ലാത്തവർക്കും കുശലമാമോ? ഗുരുദേവ കഥാസാഗരം ഭാഗം 7 കരയാത്ത കുഞ്ഞ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.